എന്റെ നാട് എന്റെ നാട് എന്റെ നാട് ഹരിതാപമാണ് എന്റെ നാട്. എന്റെ നാട് എന്റെ നാട് എന്റെ നാട് ശുചിത്വമുള്ളൊരു നാട്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നല്ലേ നമ്മുടെ സ്കൂളിൽ ഡ്രൈ ഡേ? നമ്മുടെ സ്കൂളിൽ അതിന് വേസ്റ്റ് ഒന്നും പെറുക്കാനില്ലല്ലോ. നമ്മുടെ മാലിന്യമുക്ത ഗ്രാമം എന്നത് നമ്മളും നമ്മുടെ വീട്ടുകാരും വിചാരിച്ചാൽ നടക്കുമല്ലോ. വാ പോവാം. അങ്ങോട്ട് നോക്ക്. മാലിന്യങ്ങൾ പൊതു ഇടങ്ങളിൽ നിക്ഷേപിക്കുന്നത് ശരിയാണോ? ഇത് എന്റെ വണ്ടിയിലെ കസ്റ്റമർ വെച്ച് പോയതാണ്, അത് ഞാൻ എടുത്തു, അത്രേ ഉള്ളൂ. ഹേ അങ്കിൾ, അവിടെ ഞങ്ങൾ സ്ഥാപിച്ച വേസ്റ്റ് ബിൻ ഉണ്ട്, അതിലാണ് മാലിന്യം ഇടേണ്ടത്. എല്ലാവർക്കും നമസ്കാരം. ഹരിതസഭ ഞങ്ങളുടെ സ്കൂളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ. സ്കൂൾ തല ഹരിതസഭ രൂപീകരിച്ചു. ഹരിതസഭ അംബാസഡറെ തെരഞ്ഞെടുത്തു. പ്രത്യേക അസംബ്ലി ചേർന്ന് ഹരിത സന്ദേശം നൽകി. പ്ലാസ്റ്റിക് നിരോധിത മേഖലയായി പ്രഖ്യാപിച്ചു. ക്ലാസ് മുറികളിൽ പ്രത്യേക ഡസ്റ്റ്ബിന്നുകൾ സ്ഥാപിച്ചു. ജൈവമാലിന്യവും അജൈവമാലിന്യവും വേർതിരിച്ച് ശേഖരിക്കാൻ തുടങ്ങി. ഹരിത കർമ്മസേനക്ക് കൈമാറുന്നു. പ്രത്യേക അസംബ്ലി ചേർന്ന് ഹരിത കർമ്മസേനകളെ ആദരിച്ചു. പൂന്തോട്ടവും പച്ചക്കറിത്തോട്ടവും ഇവർക്ക് തുടക്കം കുറിച്ചു. ഡ്രൈ ഡേ ആചരിക്കാൻ തീരുമാനിച്ചു. PTA CPTA യോഗങ്ങളിൽ ബോധവൽക്കരണം നടത്തി. ഹരിത സന്ദേശ അറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചു. ആരോഗ്യ ശുചിത്വ സർവേ നടത്തി. സ്കൂൾ തല സെമിനാറുകൾ സംഘടിപ്പിച്ചു. ഞങ്ങളുമുണ്ട് ഹരിതസഭയിലേക്ക്. ഞങ്ങളുടെ നാട്ടിലെയും വീട്ടിലെയും വിദ്യാലയങ്ങളിലെയും മാലിന്യ പരിപാലന സംവിധാനങ്ങളെ കുറിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും പ്രശ്നപരിഹരണ മാർഗങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും പുൽപ്പറ്റ പഞ്ചായത്ത് ഹരിതസഭയിൽ ഞങ്ങളും പങ്കാളികളാകുന്നു.